السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് താജുൽ ഫുഖഹ ബേക്കലും ഉസ്താദ് അവറുകളുടെ ആണ്ടനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തവരാണ് നാം. അല്ലാഹു തആല ഉസ്താദ് അവറുകളെയും നമ്മെയും നമ്മെ സ്നേഹിച്ച എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകണം. ഉസ്താദ് അവറുകളുടെ കുടുംബത്തിനും സന്താന പരമ്പരകൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും ശിഷ്യന്മാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ ഖൈറും നമുക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകണം. ഇൽമിനെ ആദരിക്കുക, അറിവിന് ബഹുമാനം നൽകുക. ലോകത്ത് മനുഷ്യരെ ആദ്യമായി സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വരെ അധ്യാപനം നൽകിയ ഒരു കാര്യമാണ് ഇൽമുള്ളവരെ ബഹുമാനിക്കണം എന്നത്. അങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഇൽമു കൊടുത്തു ബഹുമാനിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ കൽപ്പിച്ചു. മലക്കുകളെല്ലാം അത് സ്വീകരിച്ചു. അവർ അല്ലാഹു കൽപ്പിച്ചത് പ്രകാരം ആദരിച്ചു.
അവിടെ ഉണ്ടായിരുന്ന ഇബ്ലീസ് മാത്രം അതിന് സന്നദ്ധനായില്ല. അവൻ അഹങ്കാരം കാണിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൽമ്, ആ ഇൽമിനെ ആസ്പദമാക്കിയാണ് ആദരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചത്. ഇബ്ലീസ് അപ്പോൾ ഇൽമിന്റെ ബഹുമാനം കണക്കിലെടുക്കുന്നതിന് പകരം ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് അല്ലാഹുവിനോട് ന്യായം പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ന്യായമല്ല. കാരണം മണ്ണിനാണ് തീയിനേക്കാൾ എത്രയോ ബഹുമാനം കൂടുതൽ ഉള്ളത്. തീ നശിപ്പിക്കുന്ന സാധനമാണ്, മണ്ണ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. മണ്ണിൽ എത്ര ധാന്യങ്ങളാണ്, എത്ര പഴങ്ങളാണ്, എന്തെല്ലാം മരങ്ങളാണ്, എന്തെല്ലാം വൃക്ഷങ്ങളാണ് മണ്ണിൽ വളർന്നു വരുന്നത്. തീയിൽ ഇന്നേ വരെ എന്താണ് വളർന്നു വന്നിട്ടുള്ളത്? ഉള്ളത് കരിഞ്ഞു പോകുക എന്നല്ല. അപ്പൊ മണ്ണിനാണ് തീയേക്കാൾ ബഹുമാനം യഥാർത്ഥത്തിൽ ഉള്ളത്. മണ്ണ് എന്ന് പറയുന്ന സാധനം അതിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട്. ഏറ്റവും ഉപരി പറഞ്ഞാൽ തീ കത്തുന്ന സ്ഥലത്ത് മണ്ണ് വാരിയിട്ടാൽ തീ പോയ വഴി ഉണ്ടാവില്ല. മണ്ണ് എന്തുകൊണ്ടും തീയിനേക്കാൾ ഉയർന്നതാണ്. പക്ഷേ ചെറിയ യുക്തി കൊണ്ട് ചിന്തിച്ചപ്പോൾ ഇബ്ലീസിന് സത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ ലോകസത്താവായ അല്ലാഹുവിന്റെ അറിവിനെയും അവന്റെ ഓർഡറിനെയും ഉത്തരവിനെയും ചോദ്യം ചെയ്തു. അവൻ ആലോചിക്കേണ്ടതായിരുന്നു, എന്നെ സൃഷ്ടിച്ച പടച്ചവന് എന്നെക്കാൾ എന്തായാലും അറിവുണ്ട്. എന്നെ സൃഷ്ടിച്ച പടച്ചവന് എന്നോട് എന്തും കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. ആ പടച്ചവന്റെ കൽപ്പന 100% അംഗീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഞാൻ വേണ്ടത് എന്ന് അവൻ ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷേ അവന് അതിന് ഭാഗ്യം ഉണ്ടായില്ല. അതിനാൽ അഹങ്കാരിയായി ഇബ്ലീസ് പിഴച്ചുപോയി. അല്ലാഹു തആല അവനെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിച്ചു. ഒരു മനുഷ്യൻ പിഴച്ചുപോയാൽ ആ മനുഷ്യൻ പിന്നെ മറ്റു പലരെയും പിഴപ്പിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടും. ഒരാൾ യുക്തിവാദിയായ അല്ലാഹു ഇല്ലെന്ന് പറയുന്നവനായി മാറിയാൽ അവൻ പലരെയും ആ ആശയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. ഒരാൾ പുത്തൻവാദിയായ അവൻ ആ പുത്തൻവാദത്തിലേക്ക് പലരെയും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത്, അത്തരം ആശയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് കൽബി എന്ന പേപ്പട്ടി വിഷം പോലെയാണ്. ഇവിടെ എന്താ പറയാൻ കാരണം, പേപ്പട്ടി വിഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഭ്രാന്തൻ നായ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, അതിന്റെ വിഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഭ്രാന്തൻ നായയുടെ വിഷം വലിയ അപകടം പിടിച്ച വിഷമാണ്. ആ ഭ്രാന്തൻ നായയുടെ സ്വഭാവം, അതിന് ഭ്രാന്തളകിയാൽ അത് അടങ്ങിയിരിക്കൂല, പിന്നെ സജീവ പ്രവർത്തനം. എന്ത് പ്രവർത്തനം? ബാക്കിയുള്ളവരൊക്കെ കടിക്കാൻ, എന്നിട്ട് എല്ലാറ്റിനും വിഷം എത്തിക്കാനുള്ള സജീവ വർക്കായി. ഇതുപോലെയാണ് പുത്തനാശയക്കാരും യുക്തിവാദികളും നിരീശ്വരവാദികളും. അതാണ് നിബിധങ്ങൾ പേപ്പട്ടി വിഷം പോലെയാണ് എന്ന് പറഞ്ഞു. ഒരു നായക്ക് ഭ്രാന്തളകിയാൽ എന്താ വേണ്ടത്? ആ വഴിക്ക് പോകാതിരിക്കാണ് വേണ്ടത്. അല്ലാതെ ഭ്രാന്തളകിയ നായയെ അതിന്റെ സമീപത്ത് പോയിട്ട് ബർക്കത്തെടുക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സമ്മാനിക്കുന്നത് നമ്മുടെ ബുദ്ധിയും കൂടി നഷ്ടപ്പെട്ട് നമ്മുടെ നാശമായി. ഇതുപോലെയാണ്
അത്തരം ആശയങ്ങൾ കലബി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മറ്റൊന്ന്, ഒരു പേപ്പട്ടി ഭ്രാന്തനായ കടിച്ചാൽ ആ കടിച്ചവന് ഉടനെ തന്നെ കുത്തിവെപ്പ് നടത്തുകയും ചികിത്സ ചെയ്യുകയും ചെയ്താൽ ഒരുപക്ഷേ അവൻ രക്ഷപ്പെടും. അതില്ലെങ്കിലോ ആ വിഷം അവന്റെ ശരീരത്തിൽ കിടന്ന് അതിങ്ങനെ മൂർച്ഛിച്ച് അവൻ ഭ്രാന്തനായി അവസാനം മരിച്ചു പോകും. ചിലപ്പോൾ ചികിത്സിച്ചാലും